ഗുഡ് മോർണിംഗ്. നമ്മൾ PSC കറണ്ട് അഫയേഴ്സ് ഈ ജനുവരി മാസം തുടങ്ങിയതിനു ശേഷം ഡിസ്കസ് ചെയ്തിട്ടില്ല, പല റീസൺസും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുറെ പോയിന്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ PSC കറണ്ട് അഫയേഴ്സിലേക്ക് നമ്മൾ പോവുകയാണ്. ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ലൈഫിനെ ആസ്പദമാക്കി എടുത്ത മൂവിയുടെ പേര് എല്ലാവർക്കും അറിയായിരിക്കും. ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്നാണ്. ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന മൂവി ഇതേ പേരിലുള്ള ഒരു ബുക്കിനെ ആധാരമാക്കിയാണ്. ബുക്കിന്റെ പേരും അത് തന്നെയാണ്. ആ ബുക്കിന്റെ പേര്, ബുക്കിന്റെ ഓഥർ, എഴുത്തുകാരൻ സഞ്ജയ് ബാറു ആണ്. സഞ്ജയ് ബാറു, BARU. പിന്നീട് അടൽ ബിഹാരി വാജ്പേയി ഇന്റർനാഷണൽ സ്കൂൾസ് ആരംഭിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അടൽ ബിഹാരി വാജ്പേയി ഇന്റർനാഷണൽ സ്കൂൾസ് ആരംഭിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. പിന്നീട് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ മൂവിയിൽ മൻമോഹൻ സിംഗിന്റെ റോള് അഭിനയിച്ചത് ആരാണെന്ന് അറിഞ്ഞിരിക്കണം. അത് അനുപം ഖേർ ആണ്. അനുപം ഖേർ എന്ന് പറയുന്ന ഹിന്ദി ആക്ടറാണ്. പിന്നീട് AB വാജ്പേയിയുടെ സ്മരണാർത്ഥം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറക്കിയ കൊമമറേറ്റീവ് കോയിൻ 100 റുപ്പീസിന്റെ കോയിനാണ്. അറിഞ്ഞിരിക്കുക, 100 റുപ്പീസിന്റെ കൊമമറേറ്റീവ് കോയിനാണ് AB വാജ്പേയിയുടെ സ്മരണയ്ക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറക്കിയ കോയിൻ. മടവൂർ വാസുദേവൻ നായർ വളരെ ഫേമസ് ആയിരുന്ന കഥകളി നടനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. മടവൂർ വാസുദേവൻ നായർ, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മരിച്ചുപോയി കഴിഞ്ഞ വർഷം മടവൂർ വാസുദേവൻ നായർ സ്മാരക കഥകളി പുരസ്കാരം ഏർപ്പെടുത്തി. അത് ഈ ലാസ്റ്റ് ഇയറിൽ ലഭിച്ചത് കലാമണ്ഡലം ഗോപിക്കാണ്. കലാമണ്ഡലം ഗോപി. ഗഗൻയാൻ പദ്ധതി 2022 നടക്കാൻ പോകുന്നത്. അതില് ഇന്ത്യയിൽ നിന്നുള്ള 3 സഞ്ചാരികളെ സ്പേസിൽ ലാൻഡ് ചെയ്യിക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. അങ്ങനെ സംഭവിക്കുമ്പോൾ ലോകത്തിൽ സ്പേസിൽ ലാൻഡ് ചെയ്ത 4ാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ മാറുന്നത്. അത് അറിഞ്ഞിരിക്കണം. ബാക്കി 3 പേർ റഷ്യയും USA-യും പിന്നീട് ചൈനയുമാണ്. ആദ്യമായി ബഹിരാകാശത്ത് അല്ലെങ്കിൽ സ്പേസിൽ ലാൻഡ് ചെയ്തത് ഏത് രാജ്യക്കാരാണെന്ന് വെച്ചാൽ റഷ്യക്കാരനായ യൂറി ഗഗാറിനാണ് ആദ്യം അത് ചെയ്തത്. അത് ചെയ്ത ആദ്യത്തെ വനിത എഗെയിൻ റഷ്യക്കാരിയായ വാലന്റീന തെരഷ്കോവ. പിന്നീട് ബാൽക്കൺ അത്ലറ്റ് ഓഫ് ദ ഇയർ ആയി 2018 സെലക്ട് ചെയ്യപ്പെട്ടത് ലൂക്ക മോഡ്രിച്ച്, ഫുട്ബോൾ പ്ലെയറായ ലൂക്ക മോഡ്രിച്ച് ആണ് ബാൽക്കൺ അത്ലറ്റ് ഓഫ് ദ ഇയർ ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടത്. 2018 ബാൽക്കൺ അത്ലറ്റ് ഓഫ് ദ ഇയർ. ആന്ധ്രാപ്രദേശിന്റെ ഹൈക്കോർട്ട് ഇന്ത്യയുടെ എത്രാമത്തെ ഹൈക്കോർട്ടാണെന്ന് ചോദിച്ചാൽ 25th ഹൈക്കോർട്ടാണ്. ഇന്ത്യയുടെ 25ാമത് ഹൈക്കോർട്ടാണ് ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ട്. അതെവിടെയാണ് വന്നതെന്ന് വെച്ചാൽ അമരാവതിയിലാണ്. 2019 ജാനുവരി 1 തൊട്ടാണ് അതിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇന്ത്യയുടെ ഒരു ഭരണഘടനാ ബോഡിയാണ്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോഡിയാണ്. ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആവുന്നത് എപ്പോഴും ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ആയിരിക്കും. ഇപ്പോ HL ദത്തു, റിട്ടയർഡ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയ HL ദത്തു ആണ് ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലേക്ക് കംപ്ലൈന്റുകൾ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ടോൾ ഫ്രീ നമ്പർ ലോഞ്ച് ചെയ്തു. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ കംപ്ലൈന്റുകൾ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി കംപ്ലൈന്റുകൾ ഫയൽ ചെയ്യുന്നതിന് വേണ്ടി ഒരു ടോൾ ഫ്രീ നമ്പർ ലോഞ്ച് ചെയ്യുന്ന നമ്പർ 14433 ആണ്. 14433. പിന്നീട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്കോണമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്കിനെ കുറിച്ച് പഠിക്കാൻ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്കോണമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്കിനെ കുറിച്ച് പഠിക്കാൻ അവർ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയുടെ ഹെഡാണ് ബിമൽ ജലാൻ കമ്മിറ്റി. ബിമൽ ജലാൻ, BIMAL, ബിമൽ ജലാൻ. ഹിസ് എ ഫോമർ ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇപ്പൊ പഴയ ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബിമൽ ജലാന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്കിനെ കുറിച്ച്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്കിനെ കുറിച്ച് പഠിക്കാൻ അപ്പോയിന്റഡ് ആയ കമ്മിറ്റിയുടെ ഹെഡ്. ഈ അന്റാർട്ടിക്കയിൽ കൂടെ ആദ്യമായിട്ട് ഒരു സോളോ ട്രക്കിംഗ് എക്സ്പെഡിഷൻ, അതായത് മറ്റാരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഒരു സോളോ ട്രക്കിംഗ് എക്സ്പെഡിഷൻ നടത്തിയ ആദ്യത്തെ വ്യക്തിയാണ് കോളിൻ ഒ ബ്രാഡി. COLIN, കോളിൻ. O എഴുതി അപ്പോസ്ട്രോഫി ഇടുക. O ബ്രാഡി, BRADY, കോളിൻ ഒ ബ്രാഡി.
the first person to complete a solo trek in Antarctica. പിന്നീട് താൻസൻ സമ്മാൻ, അത് കഴിഞ്ഞ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. താൻസൻ സമ്മാൻ എന്ന് പറയുന്ന മ്യൂസിക് അവാർഡ് ഇപ്രാവശ്യം കിട്ടുന്ന മഞ്ജു മേത്ത എന്ന് പറയുന്ന സിത്താർ പ്ലെയറിനാണ്. മഞ്ജു മേത്ത എന്ന് പറയുന്ന സിത്താർ പ്ലെയറിനാണ് താൻസൻ സമ്മാൻ. താൻസൻ. പിന്നീട് ട്രിപ്പിൾ തലാഖ് കുറ്റകരമാക്കുന്ന നിയമം ഇന്ത്യയിൽ ലോക്സഭയിൽ പാസാക്കി. ട്രിപ്പിൾ തലാഖ് മുസ്ലിം വിമനിന് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം, ട്രിപ്പിൾ തലാഖ്. ആ ട്രിപ്പിൾ തലാഖ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ബാൻ ചെയ്തു. അതിനുശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം ലോക്സഭയിൽ പാസ്സായി, രാജ്യസഭയിൽ ഇതുവരെയും പാസ്സായിട്ടില്ല. ലോക്സഭയിൽ പാസ്സായ ദിവസം 2018 ഡിസംബർ 27 ആണ്. 2018 ഡിസംബർ 27 ലോക്സഭയിൽ പാസ്സായിട്ടുണ്ട്. ഈ നിയമം അനുസരിച്ച് ആരെങ്കിലും ട്രിപ്പിൾ തലാഖിൽ എൻഗേജ് ചെയ്താൽ ആ ഹസ്ബൻഡിന് കിട്ടുന്ന പണിഷ്മെന്റ് മാക്സിമം 3 years ഇംപ്രിസൺമെന്റ് ആണ്. അത് അറിഞ്ഞിരിക്കുക, മാക്സിമം 3 years ഇംപ്രിസൺമെന്റ്. പിന്നീട് ദേശീയ ജൂനിയർ സ്കൂൾ മീറ്റിൽ ഓവറോൾ കിരീടം കേരളത്തിനാണ് കിട്ടിയത്. 2018 ദേശീയ ജൂനിയർ സ്കൂൾ മീറ്റിൽ ഓവറോൾ ചാമ്പ്യൻ കേരളം. ദേശീയ ജൂനിയർ സ്കൂൾ മീറ്റ് ഓവറോൾ ചാമ്പ്യൻ കേരളമാണ്. റിന്യൂവബിൾ എനർജി മേഖലയിൽ കൺട്രിയിൽ ഫസ്റ്റ് ടൈം ആരംഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എനർജി സ്റ്റഡീസ് കേരളത്തിലാണ് വരാൻ പോകുന്നത്. റിന്യൂവബിൾ എനർജി സെക്ടറിൽ ഇന്ത്യയിൽ ആദ്യമായി ആരംഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എനർജി സ്റ്റഡീസ് സ്ഥാപിക്കുന്നത് കേരളത്തിലാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എനർജി സ്റ്റഡീസ്. എ റൂറൽ മാനിഫെസ്റ്റോ, ഒരു ബുക്കിന്റെ പേരാണ് ഈ പറയാൻ പോകുന്നത്. എ റൂറൽ മാനിഫെസ്റ്റോ റിയലൈസിംഗ് ഇന്ത്യസ് ഫ്യൂച്ചർ ത്രൂ ഹെർ വില്ലേജസ്. എ റൂറൽ മാനിഫെസ്റ്റോ റിയലൈസിംഗ് ഇന്ത്യസ് ഫ്യൂച്ചർ ത്രൂ ഹെർ വില്ലേജസ് എന്ന ബുക്ക് എഴുതിയത് വരുൺ ഗാന്ധിയാണ്. BJP ലീഡറും കേന്ദ്രമന്ത്രിയുമായ മേനകാ ഗാന്ധിയുടെ മകനായ വരുൺ ഗാന്ധി, BJP MP ആണ് അദ്ദേഹം. അദ്ദേഹമാണ് എ റൂറൽ മാനിഫെസ്റ്റോ റിയലൈസിംഗ് ഇന്ത്യസ് ഫ്യൂച്ചർ ത്രൂ ഹെർ വില്ലേജസ് എന്ന ബുക്ക് എഴുതിയത്. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് ഈ ഇടയ്ക്ക് അതിന്റെ ലിസ്റ്റ് റിലീസ് ചെയ്തു. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിൽ ഓരോ സ്റ്റേറ്റിനെയും അതിന്റെ കഴിവിന്റെയും സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്തപ്പോൾ 1ാമതെത്തിയ സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്ത്. ചേഞ്ചിങ് ഇന്ത്യ മൻമോഹൻ സിംഗ് എഴുതിയ ബുക്കാണ്. ചേഞ്ചിങ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ മൻമോഹൻ സിംഗ് ആണ്. ഈ ഇടയ്ക്ക് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലെ 3 ഐലൻഡ്സിന്റെ പേര് ചേഞ്ച് ചെയ്തു. ആ പേരുകൾ അറിഞ്ഞിരിക്കണം. റോസ് ഐലൻഡിന്റെ പേര് സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് എന്നാക്കി. റോസ് ഐലൻഡ്, സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്. നീൽ ഐലൻഡ് ഉണ്ടായിരുന്നു, നീൽ ഐലൻഡ്, അതിന്റെ പേര് ഷഹീദ് ദ്വീപ് എന്നാക്കി. ഷഹീദ് ദ്വീപ്. ഹാവ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ടായിരുന്നു, ഹാവ്ലോക്ക്. ഹാവ്ലോക്ക് ഐലൻഡിന്റെ പേര് സ്വരാജ് ദ്വീപ് എന്നും ആക്കി. സ്വരാജ് ദ്വീപ്. പിന്നീട് സോളാർ പവറിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോൾ പമ്പ് അങ്കമാലി, കേരളത്തിലെ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ അങ്കമാലിയിലാണ് സ്ഥാപിതമായത്. സോളാർ പവറിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോൾ പമ്പ് അങ്കമാലിയിൽ. KPS മേനോൻ സ്മാരക അവാർഡ് 2018 കിട്ടിയത് TP ശ്രീനിവാസൻ. ഇന്ത്യയുടെ പഴയ അംബാസഡറൊക്കെ ആയിരുന്നു പല രാജ്യങ്ങളിലേക്കുള്ള. അദ്ദേഹം IFS ഉദ്യോഗസ്ഥനാണ്. TP ശ്രീനിവാസൻ. അദ്ദേഹത്തിനാണ് KPS മേനോൻ സ്മാരക അവാർഡ് കിട്ടിയത്. KPS മേനോൻ സ്മാരക അവാർഡ്. ഗാഫ ടാക്സ് എന്ന പേരിൽ ഇന്റർനെറ്റ് കമ്പനികളുടെ മേലിൽ ഒരു ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഗാഫ. GAFA. ഗാഫ. ഗൂഗിൾ, ആമസോൺ, ഫേസ്ബുക്ക്, ആപ്പിൾ എന്നുള്ളത് ഷോർട്ട് ഫോം ആണ്. ഗാഫ. ഗൂഗിൾ, ആമസോൺ, ഫേസ്ബുക്ക് ആൻഡ് ആപ്പിൾ. ഈ ഇതുപോലുള്ള ഇന്റർനെറ്റ് കമ്പനികളുടെ മേൽ ഗാഫ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഫ്രാൻസ് ആണ്. ഗാഫ ടാക്സ്. പിന്നീട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞ യുണൈറ്റഡ് നേഷൻസിന്റെ 15 ഗോൾസ് ആണ്. യുണൈറ്റഡ് നേഷൻസിന്റെ 15 ഗോൾസ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, SDG എന്നറിയപ്പെടുന്നത്. 2030 യുണൈറ്റഡ് നേഷൻസ് വേൾഡിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗോൾസ് ആണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. വർഷം 2030 അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.
അപ്പൊ അത് ഇന്ത്യയിലും വളരെ സ്ട്രോങ് ആയിട്ട് നടപ്പാക്കുന്നുണ്ട്. അപ്പൊ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നടപ്പാക്കുന്ന കാര്യത്തിൽ ഇന്ത്യൻ സ്റ്റേറ്റുകളെ നിതി ആയോഗ് റാങ്ക് ചെയ്യും. നിതി ആയോഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ റീപ്ലേസ്മെന്റ് നിതി ആയോഗ് റാങ്ക് ചെയ്തു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നിതി ആയോഗ് റാങ്ക് ചെയ്തു. അപ്പൊ അതിൽ ആദ്യം എത്തിയ സംസ്ഥാനങ്ങൾ കേരളവും ഹിമാചൽ പ്രദേശുമാണ്. ഹിമാചൽ പ്രദേശും കേരളവും. പിന്നീട് ഇന്ത്യയിലെ മികച്ച പാർലമെന്റേറിയൻസിനുള്ള അവാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോ മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള MP ആരാണെന്ന് അറിഞ്ഞിരിക്കണം. അത് NK പ്രേമചന്ദ്രനാണ്. അദ്ദേഹത്തിന് മുമ്പും ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ മികച്ച പാർലമെന്റിനുള്ള അവാർഡ്. ഇപ്രാവശ്യം 2018 അവാർഡ്സ് ഡിക്ലെയർ ചെയ്തപ്പോഴും അദ്ദേഹം ആ മികച്ച MPമാരിൽ ഒരാളായി സെലക്ട് ചെയ്യപ്പെട്ടു. കേരളത്തിൽ നിന്ന് NK പ്രേമചന്ദ്രൻ മാത്രമാണ് ആ അവാർഡിന് അർഹരായത്. ബെസ്റ്റ് പാർലമെന്റേറിയൻസിനുള്ള അവാർഡ്. ഇന്ത്യ അൺമെയ്ഡ് ഒരു ഹൈഫനിട്ട് ഹൗ ദ ഗവൺമെന്റ് ബ്രോക്ക് ദ എക്കോണമി. ഇന്ത്യ അൺമെയ്ഡ് ഹൗ ദ ഗവൺമെന്റ് ബ്രോക്ക് ദ എക്കോണമി. ഒരു ബുക്കാണ്. ആ ബുക്ക് എഴുതിയത് യശ്വന്ത് സിൻഹയാണ്. അദ്ദേഹം പഴയ BJP ഗവൺമെന്റിലെ വാജ്പേയി ഗവൺമെന്റിലെ മിനിസ്റ്ററൊക്കെ ആയിരുന്നു. ഈ കേരളത്തിലെ ആദ്യത്തെ ഫുഡ് സേഫ്റ്റി കമ്മീഷൻ ചെയർമാനായി അപ്പോയിന്റഡ് ആയത് കേരളത്തിലെ ആദ്യത്തെ ഫുഡ് സേഫ്റ്റി കമ്മീഷൻ ചെയർമാനായി അപ്പോയിന്റഡ് ആയത് KV മോഹൻകുമാറാണ്. KV മോഹൻകുമാർ കേരളത്തിലെ ആദ്യത്തെ ഫുഡ് സേഫ്റ്റി കമ്മീഷൻ ചെയർമാൻ. USA-യിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡർ. ഇന്ത്യ US-ലേക്ക് അപ്പോയിന്റ് ചെയ്ത ഇന്ത്യയുടെ പുതിയ അംബാസിഡർ ആണ് ഹർഷവർദ്ധൻ ശൃംഗ്ല. SHRINGLA. ഹർഷവർദ്ധൻ ശൃംഗ്ല. പിന്നീട് ഈ ഇടയ്ക്ക് കൊമേഴ്സ്യൽ സറോഗസി, പ്രതിഫലം പറ്റിയുള്ള വാടകയ്ക്കുള്ള ഗർഭധാരണം, അതിനാണ് കൊമേഴ്സ്യൽ സറോഗസി എന്ന് പറഞ്ഞ. ഇന്ത്യ ഗവൺമെന്റ് നിയമം മൂലം കൊമേഴ്സ്യൽ സറോഗസി നിരോധിച്ചു. ആ നിരോധിച്ചത് ലോക്സഭ പാസാക്കിയ ദിവസം 2018 ഡിസംബർ 19 ആണ്. 2018 ഡിസംബർ 19 കൊമേഴ്സ്യൽ സറോഗസി എന്ന് പറഞ്ഞ സംഭവം ഇന്ത്യയിൽ നിരോധിക്കാൻ വേണ്ടി ലോക്സഭയിൽ നിയമം പാസാക്കിയത്. ഓസ്കാറിന്റെ ഷോർട്ട് ലിസ്റ്റിലൊക്കെ സ്ഥാനം നേടിയ റസൂൽ പൂക്കുട്ടി അണിയിച്ചൊരുക്കിയ തൃശൂർ പൂരത്തെ ആസ്പദമാക്കിയുള്ള സിനിമയുടെ പേരാണ് ദ സൗണ്ട് സ്റ്റോറി. റസൂൽ പൂക്കുട്ടിയാണ് അതിന്റെ സൗണ്ടും സംവിധാനവും ഒക്കെ ചെയ്തത്. ആ മൂവി തൃശൂർ പൂരത്തിന് ആസ്പദമാക്കിയാണ്. അത് ഓസ്കാറിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മൂവിയാണ്. അതുപോലെ ഇന്ത്യൻ വുമൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ച് WV രാമൻ. ഇന്ത്യയുടെ വുമൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ചാണ് WV രാമൻ. നബാർഡിന്റെ ചെയർമാൻ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, നബാർഡിന്റെ ചെയർമാൻ ഹർഷ് കുമാർ ബൻവാല. 2018 ബെസ്റ്റ് ട്രാൻസ്ലേഷനുള്ള ക്രോസ്വേർഡ് അവാർഡ് കിട്ടിയത് 2018 ബെസ്റ്റ് ട്രാൻസ്ലേഷനുള്ള ക്രോസ്വേർഡ് സാഹിത്യ അവാർഡ് കിട്ടിയത് ജാസ്മിൻ ഡെയ്സ് എന്ന് പറയുന്ന ബുക്കിനാണ്. ജാസ്മിൻ ഡെയ്സ് എന്ന് പറയുന്നത് ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ. എല്ലാവർക്കും അറിയാം ആട് ജീവിതം എന്ന് പറയുന്ന ബുക്ക്. അത് എഴുതിയ ബെന്യാമിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന നോവലിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ജാസ്മിൻ ഡെയ്സ്. അത് പരിഭാഷപ്പെടുത്തിയത് ഷഹനാസ് ഹബീബ്. ആ ബുക്ക് ജാസ്മിൻ ഡെയ്സിനാണ് ക്രോസ്വേഡിന്റെ 2018 ബെസ്റ്റ് ട്രാൻസ്ലേഷനുള്ള അവാർഡ് കിട്ടിയത്. അതുപോലെ ക്രോസ്വേഡിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയ ഇന്ത്യക്കാരനാണ് ശശി തരൂർ. മാധവി ദിവാൻ ഈ ഇടയ്ക്ക് അഡീഷണൽ സോളിസിറ്റർ ജനറലായി അപ്പോയിന്റഡ് ആയ ഫീമെയിൽ ആണ്. മാധവി ദിവാൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയായിട്ട് അപ്പോയിന്റഡ് ആയ ഫീമെയിൽ ആണ്. ആ പദവിയിലെത്തുന്ന മൂന്നാമത്തെ സ്ത്രീയാണ് മാധവി ദിവാൻ. മൂന്നാമത്തെ ആളാണ്. പിന്നീട് 100 രൂപീസിന് മുകളിലുള്ള ഇന്ത്യൻ കറൻസീസ് ഉപയോഗിക്കുന്നത് നമ്മളുടെ ഒരു അയൽ രാജ്യം ബാൻ ചെയ്തു. ആ രാജ്യത്ത് ഇന്ത്യൻ കറൻസീസ് ലീഗൽ ടെൻഡർ ആണ്. ആ രാജ്യത്ത് പോയി ഇന്ത്യൻ കറൻസീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ രാജ്യത്ത് പോകുമ്പോൾ നമുക്ക് ആ രാജ്യത്തിന്റെ കറൻസി മാറ്റി നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ കറൻസി തന്നെ അവിടെ യൂസ് ചെയ്യാം. പക്ഷെ 100 രൂപയ്ക്ക് മുകളിലുള്ള ഇന്ത്യൻ കറൻസി അവിടെ യൂസ് ചെയ്യാൻ പാടില്ലെന്ന നിയമം ഇറക്കി അവരിപ്പോ ഈ ഇടയ്ക്ക്. ആ രാജ്യത്തിന്റെ പേര് നേപ്പാളാണ്. നേപ്പാളിലാണ് അത്തരം ഒരു നിയമം വന്നത്.
ലോകത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ റിയാക്ടർ റഷ്യയിലാണ് സ്ഥാപിച്ചത്. വേൾഡിലെ ഫസ്റ്റ് ഫ്ലോട്ടിംഗ് റിയാക്ടർ, ന്യൂക്ലിയർ റിയാക്ടർ, റഷ്യ. GSLV F-11 എന്ന് പറയുന്ന റോക്കറ്റ് ഉപയോഗിച്ച് ഇപ്പോ ISRO ലോഞ്ച് ചെയ്ത സാറ്റലൈറ്റ് ആണ് GSAT-7A. അല്ലെങ്കിൽ GSAT-7A എന്ന് പറയുന്ന സാറ്റലൈറ്റ് ISRO ലോഞ്ച് ചെയ്തത് ഏത് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചാണെന്ന് വെച്ചാൽ GSLV F-11 ആണ്. GSLV F-11. കേരളത്തില് കുടിയേറ്റ കർഷക സ്മാരകം സ്ഥാപിക്കുന്നത് ഇടുക്കിയിലാണ്. കേരളത്തിലെ കുടിയേറ്റ കർഷക സ്മാരകം സ്ഥാപിക്കുന്നത് ഇടുക്കിയിലാണ്. കുടിയേറ്റ കർഷക സ്മാരകം. പ്രവാസി ഭാരതീയ ദിവസ്. പ്രവാസി ഭാരതീയ ദിവസ് എന്നുള്ള പേരില് നോൺ റെസിഡന്റ് ഇന്ത്യൻസിനെ റെസ്പെക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ദിവസം ഇന്ത്യയിൽ ആഘോഷിക്കുന്നുണ്ട്. പ്രവാസി ഭാരതീയ ദിവസം ജാനുവരി 9-നാണ്. ജാനുവരി 9-നാണ് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിക്കുന്നത്. അത് മഹാത്മാഗാന്ധിയുടെ പ്രവാസ ജീവിതം സൗത്ത് ആഫ്രിക്കയിൽ അവസാനിപ്പിച്ച് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിൽ വന്ന ദിവസമാണ് ജാനുവരി 9 എന്ന് പറയുന്നത്. ആ ദിവസമാണ് ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ജാനുവരി 12 അതുപോലെ ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസമാണ്. ആ ജാനുവരി 12 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നാഷണൽ യൂത്ത് ഡേ ആണ്. നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ജാനുവരി 12 ആഘോഷിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സ്വാമി വിവേകാനന്ദന്റെ ബർത്ത്ഡേ അന്നാണ്. അതുകൊണ്ടാണ് ഇപ്പൊ സ്വാമി വിവേകാനന്ദന്റെ ബർത്ത്ഡേ ആയ ജാനുവരി 12 ആണ് ഇന്ത്യയിൽ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ കൊമമറേറ്റീവ് കോയിൻസിന്റെ പല കാര്യങ്ങളും പറഞ്ഞു. 100 റുപ്പീസിന്റെ ഇടയ്ക്ക് അടൽ ബിഹാരി വാജ്പേയിയുടെ അടൽ ബിഹാരി വാജ്പേയി കമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ 75 റുപ്പീസിന്റെ കമമറേറ്റീവ് കോയിൻ സുഭാഷ് ചന്ദ്രബോസിനെ കമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇടയ്ക്ക് ഇഷ്യൂ ചെയ്തു. സുഭാഷ് ചന്ദ്രബോസ് പോർട്ട് ബ്ലെയറിൽ ഇന്ത്യയുടെ പിന്നീട് നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്ത അതിന്റെ 75th ആനിവേഴ്സറി ആയിരുന്നു. ഇപ്പൊ 350 റുപ്പീസിന്റെ കൊമമറേറ്റീവ് കോയിൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറക്കി. അതെന്തിനാണെന്ന് വെച്ചാൽ സിഖ് മതക്കാരുടെ പിന്നീട് ആത്മീയ ആചാര്യന്മാരിൽ ഒരാളായ സിഖ് ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗിന്റെ 350th ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു. ഇപ്പൊ ഗുരു ഗോബിന്ദ് സിംഗിന്റെ 350th ബർത്ത് ആനിവേഴ്സറി പ്രമാണിച്ചാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 350 രൂപയുടെ കൊമമറേറ്റീവ് കോയിൻ ഇഷ്യൂ ചെയ്തത്. വൺ ഫാമിലി വൺ ജോബ് സ്കീം ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന സംസ്ഥാനം സിക്കിം ആണ്. വൺ ഫാമിലി വൺ ജോബ് സ്കീം എന്ന് പറഞ്ഞാല് ഓരോ കുടുംബത്തിലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെങ്കിലും ഉണ്ടാകും എന്നനുസരിക്കുന്ന സ്കീം. മറ്റൊരു ഇന്ത്യൻ സ്റ്റേറ്റിലും ഒരു സ്കീമില്ല. സിക്കിമിലാണ് അത് വന്നത്. സിക്കിമിന്റെ ചീഫ് മിനിസ്റ്ററിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്ന പ്രത്യേകത. സിക്കിമിന്റെ ചീഫ് മിനിസ്റ്റർ പവൻ കുമാർ ചാംലിംഗ് ആണ്. പവൻ കുമാർ ചാംലിംഗ് അദ്ദേഹമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്ന റെക്കോർഡ്. 2018 ആഫ്രിക്കൻ ഫുട്ബോളർ ആയി സെലക്ട് ചെയ്യപ്പെട്ടത് ഈജിപ്തിന്റെ മുഹമ്മദ് സല ആണ്. മുഹമ്മദ് സല SALAH. ഈജിപ്തിന്റെ മുഹമ്മദ് സലയാണ് 2018 ആഫ്രിക്കൻ ഫുട്ബോളർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത്. ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടുന്ന ആദ്യത്തെ ഏഷ്യൻ ടീമായി ഇന്ത്യ മാറി. ആ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആ ടെസ്റ്റ് സീരീസിലെ മാൻ ഓഫ് ദ സീരീസ് ചേതേശ്വർ പൂജാരയാണ്. ചേതേശ്വർ പൂജാരയ്ക്ക് മറ്റൊരു റെക്കോർഡ് കൂടെ അദ്ദേഹം സ്വന്തമാക്കി. ഒരു ടെസ്റ്റ് സീരീസിൽ ഏറ്റവും കൂടുതൽ ബോളുകൾ ഫേസ് ചെയ്യുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻ എന്നുള്ള റെക്കോർഡ് ഇത്രയും കാലം രാഹുൽ ദ്രാവിഡിന്റെ പേരിലായിരുന്നു. ആ റെക്കോർഡ് ചേതേശ്വർ പൂജാര സ്വന്തമാക്കി. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. എല്ലാ ഓരോ പോയിന്റ്സ് ആണ്. ഓസ്ട്രേലിയ ടെസ്റ്റ് സീരീസ് നേടുന്ന ആദ്യത്തെ ഏഷ്യൻ ടീം ഇന്ത്യയാണ്. ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് സീരീസ് നേടിയ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയാണ്. ഓസ്ട്രേലിയയിലെ ടെസ്റ്റ് സീരീസിലെ മാൻ ഓഫ് ദ സീരീസ് ചേതേശ്വർ പൂജാരയാണ്. ഈ ചേതേശ്വർ പൂജാരയ്ക്ക് ഒരു ടെസ്റ്റ് സീരീസിൽ ഏറ്റവും കൂടുതൽ ബോൾ ഫേസ് ചെയ്ത ഇന്ത്യൻ താരം എന്നുള്ള റെക്കോർഡ് രാഹുൽ ദ്രാവിഡിന്റെ കയ്യിൽ നിന്ന് സ്വന്തം പേരിൽ കുറിക്കാനുമായി. പിന്നീട് ഓൺ ലീഡേഴ്സ് ആൻഡ് ഐക്കൺസ് ഫ്രം ജിന്ന ടു മോഡി. ഓൺ ലീഡേഴ്സ് ആൻഡ് ഐക്കൺസ് ഫ്രം ജിന്ന ടു മോഡി എന്ന പുസ്തകത്തിന്റെ രചയിതാവ്, ഒരു ബുക്കാണിത്, കുൽദീപ് നയ്യാർ എന്ന് പറയുന്ന ജേർണലിസ്റ്റാണ്. കുൽദീപ് KULDIP, കുൽദീപ് നയ്യാർ NAYAR. കുൽദീപ് നയ്യാർ ആണ് ഓൺ ലീഡേഴ്സ് ആൻഡ് ഐക്കൺസ് ഫ്രം ജിന്ന ടു മോഡി എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ. അതുപോലെ ഹോപ്പ്മാൻ കപ്പ് എന്ന് പറഞ്ഞ ടെന്നീസ് ടൂർണമെന്റ് ഇപ്രാവശ്യം വിൻ ചെയ്തത് സ്വിറ്റ്സർലൻഡ് ആണ്. ഹോപ്പ്മാൻ കപ്പ് ഇറ്റ്സ് എ ടെന്നീസ് ടൂർണമെന്റ്. അത് വിൻ ചെയ്തത് സ്വിറ്റ്സർലൻഡ് ആണ്. അടുത്തിടെ നാഷണൽ ഹെറിറ്റേജ് പദവി ലഭിച്ച പാകിസ്ഥാനിലെ ഹിന്ദു ക്ഷേത്രമാണ് പഞ്ച് തിറാത്ത്. PANJ പഞ്ച് തിറാത്ത് TIRATH.
പഞ്ച് PANJ പഞ്ച് തിറാത്ത് TIRATH. നാഷണൽ ഹെറിറ്റേജ് സ്റ്റാറ്റസ് കിട്ടിയ പാകിസ്ഥാനിലെ ഹിന്ദു ക്ഷേത്രം. എന്ന് പറഞ്ഞ കലണ്ടർ ഇയറിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് നേടിയ ബൗളർ, ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് നേടിയ ബൗളർ ഇന്ത്യൻ ബൗളറായ ജസ്പ്രീത് ബുംറയാണ്. ജസ്പ്രീത് ബുംറ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ, ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ഇന്ത്യക്കാരനാണ് അദ്ദേഹം, ജസ്പ്രീത് ബുംറ. അതുപോലെ 106th ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് പഞ്ചാബിലെ ജലന്ധറിൽ വെച്ചപ്പോ കഴിഞ്ഞു. അതിന്റെ പ്രമേയം എന്തായിരുന്നു വെച്ചാൽ ഫ്യൂച്ചർ ഇന്ത്യ സയൻസ് ആൻഡ് ടെക്നോളജി എന്നായിരുന്നു. ഫ്യൂച്ചർ ഇന്ത്യ സയൻസ് ആൻഡ് ടെക്നോളജി 106th ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ പ്രമേയമായിരുന്നു. അതാണ് ഇപ്പോ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലൊക്കെ നാശം വിതച്ച ചുഴലിക്കാറ്റ് സൈക്ലോൺ, അതിന്റെ പേരാണ് പാബുക്, PABUK. സൗത്ത് ചൈന സീയിലാണ് ആ സൈക്ലോൺ ഒറിജിനേറ്റ് ചെയ്തത്. അത് ഇപ്പോ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആ സൈക്ലോൺ നാശം വിതച്ചു. അതിന്റെ പേര് പാബുക് എന്നാണ്, PABUK, പാബുക്. അന്റാർട്ടിക്കയിൽ ഏറ്റവും വലിയ കൊടുമുടിയായ, അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പിന്നീട് മൗണ്ടൻ ആയ മൗണ്ട് വിൻസൺ VINSON കീഴടക്കിയ ഫസ്റ്റ് ആംപ്യൂട്ടി ഇൻ ദ വേൾഡ്. ആംപ്യൂട്ടി എന്ന് പറഞ്ഞാൽ അംഗപരിമിതയായ ആള്. ഫസ്റ്റ് ആംപ്യൂട്ടി ഇൻ ദ വേൾഡ് ടു സ്കെയിൽ ദ ഹയസ്റ്റ് പീക്ക് ഇൻ അന്റാർട്ടിക്ക, ദാറ്റ് ഇസ് മൗണ്ട് വിൻസൺ. അത് അരുണിമ സിൻഹയാണ്. അരുണിമ സിൻഹയ്ക്ക് മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൗണ്ട് എവറസ്റ്റ് എന്ന് പറഞ്ഞ വേൾഡിലെ ഹയസ്റ്റ് പീക്ക് കോൺകർ ചെയ്ത ഫസ്റ്റ് വുമൻ ഇൻ ദ വേൾഡ് അരുണിമ സിൻഹ എന്ന് പറയുന്ന ഇന്ത്യക്കാരിയാണ്. ഫോറിൻ സോയിലില് ഏറ്റവും കൂടുതൽ റൺസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ഋഷഭ് പന്ത്. കഴിഞ്ഞ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് സീരീസിൽ ഓസ്ട്രേലിയക്ക് അഗേൻസ്റ്റ് 159 റൺസ് എടുത്തപ്പോ പിന്നീട് ഏറ്റവും കൂടുതൽ റൺസ് ഒരു ടെസ്റ്റില് ഒരു മാച്ചില് എടുക്കുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായിട്ട് ഋഷഭ് പന്ത് മാറി. കേരളത്തില് ശ്രേഷ്ഠ ഭാഷാ കേന്ദ്രം സ്ഥാപിക്കാൻ പോകുന്നു സെൻട്രൽ ഗവൺമെന്റ്. സെന്റർ ഫോർ ക്ലാസിക്കൽ ലാംഗ്വേജസ്. അപ്പൊ ആ ശ്രേഷ്ഠ ഭാഷാ കേന്ദ്രം സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപിക്കാൻ പോകുന്നത് മലയാളം സർവകലാശാലയിലാണ്. തിരൂരുള്ള മലയാളം സർവകലാശാലയിലാണ് സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ ശ്രേഷ്ഠ ഭാഷാ കേന്ദ്രം സ്ഥാപിക്കാൻ പോകുന്നത്. അതുപോലെ നൽസ എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. നൽസ, നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി, NALSA, നൽസ, നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി. നൽസയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് സെലക്ട് ചെയ്യപ്പെട്ട ആളാണ് ജസ്റ്റിസ് AK സിക്രി. നൽസയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ജസ്റ്റിസ് AK സിക്രി ഈസ് സുപ്രീം കോർട്ട് ജഡ്ജ്. അപ്പൊ സുപ്രീം കോർട്ടിലെ ജഡ്ജാണ് അദ്ദേഹം. പിന്നെ ഡിജിറ്റൽ പേയ്മെന്റ്സ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്ത. ആ കമ്മിറ്റിയുടെ ഹെഡാണ് നന്ദൻ നിലേക്കനി. ഡിജിറ്റൽ പേയ്മെന്റ്സ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയുടെ ഹെഡ് നന്ദൻ നിലേക്കനി. വെനിസ്വേലയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും ഇലക്ട് ചെയ്യപ്പെട്ട ആളാണ് നിക്കോളാസ് മഡൂരോ. അദ്ദേഹം തന്നെയാണ് വെനിസ്വേലയുടെ പ്രസിഡന്റ് ആയിരുന്നത്, ഇപ്പം റീ ഇലക്ട് ചെയ്യപ്പെട്ടു. വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂരോ. വെനിസ്വേലയുടെ ക്യാപിറ്റൽ കരാക്കസ് ആണ്, കരാക്കസ്. പിന്നെ വേൾഡ് ബാങ്കിന്റെ ലേറ്റസ്റ്റ് പ്രഡിക്ഷൻ അനുസരിച്ച് ഇന്ത്യയുടെ GDP ഈ വർഷം 7.3% ഗ്രോ ചെയ്യും എന്നാണ് പറയുന്നത്. വേൾഡ് ബാങ്കിന്റെ ലേറ്റസ്റ്റ് പ്രഡിക്ഷൻ അനുസരിച്ച് ഇന്ത്യയുടെ GDP ഈ വർഷം 7.3% ഗ്രോ ചെയ്യുമെന്ന് പ്രഡിക്ട് ചെയ്യപ്പെടും. അപ്പൊ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ PSC വീഡിയോ എന്ന് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ ഒരു വീഡിയോയും കൂടെ ഈ വീക്ക് തന്നെ മാക്സിമം പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മളുടെ പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിയും. അപ്പോ എല്ലാവരും നന്നായിട്ട് ഈ വീഡിയോസ് കണ്ട് നോട്ട്സ് എഴുതി പഠിക്കുക. താങ്ക് യു.